കുഞ്ഞി കുട്ടികൾക്ക് പെരുന്നാളിനുള്ള കോടിയാണ് കേട്ടോ. പെരുന്നാൾ കോടി അന്ന ചേച്ചീൻ്റെ വക. എടപ്പാളിൽ ഇന്നലെ ഒരു ഷോപ്പിൽ പോയ സമയത്ത് അവിടെ നല്ല കുഞ്ഞു ഉടുപ്പുകൾ കണ്ടപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പൈസ മുടക്കി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഗിവ് അവേൻ്റെ വീഡിയോ അല്ല, ജസ്റ്റ് ഞാൻ ഷോ ചെയ്തു എന്നേ ഉള്ളൂ. വീഡിയോ ഞാൻ പിന്നാലെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്ത് വെക്കുക, വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പേഴ്സണലി മെസ്സേജ് അയക്കരുത്. ഒരു ഗിവ് അവേക്ക് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുകയോ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് എന്നായിരിക്കും ആളെ തിരഞ്ഞെടുക്കുക. പ്ലേ സ്റ്റേഷൻ വിന്നറിൻ്റെ അനൗൺസ്മെൻറ്റ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലൈവ് വീഡിയോയിൽ കമൻറ്റ് പിക്കറിലൂടെയാണ് വിന്നറെ അനൗൺസ് ചെയ്തത്. വിന്നറാണെങ്കിൽ ഇടുക്കിയിലാണുള്ളത്. ഇടുക്കി വരെ കൊണ്ടു കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇല്ല. കൊറിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആവും. കാരണം എൻ്റെ മോള് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ബോക്സ് പോലും പോകാതെ ഓസ്ട്രേലിയയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ വയനാടും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയനാട്ടിലത്തെ വീട്ടിൽ നിന്ന് ഞാനത് എടുത്തു കൊടുക്കുന്നതായിരിക്കും. കാരണം കൊറിയറൊക്കെ ചെയ്താൽ ഡാമേജ് ആയിപ്പോയി എനിക്കത് ഭയങ്കര സങ്കടമാവും. കാരണം അത് ആളുടെ കയ്യിലെത്തുന്നോടം വരെ ഒരു ഡാമേജ് ഇല്ലാതെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ വിന്നറോട് നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ എന്നോട് പലരും കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും വിന്നർ അനൗൺസ് ചെയ്ത് ഇനി അവിടെ വരെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് വളരെ അപ്രാപ്യമായ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ചില ഗീവ് അവേ ഉണ്ടല്ലോ, നമ്മുടെ അവകാശമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവകാശമാണോ ഔദാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും ഞാൻ കൊടുക്കാൻ കാണിക്കുന്നത് എൻ്റെ ഒരു നല്ല മനസ്സിൻ്റെ ഭാഗമായിട്ടും കൂടെ നിങ്ങൾ കാണുക. കുറേ പേര് കിട്ടാത്ത നിരാശയിലൊക്കെ ഭയങ്കര ചീത്ത വിളിച്ചു പോകുന്നതും, അതുപോലെ കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വന്ന് വാങ്ങാതെ പിന്നെ നമ്മളോട് മുഷിച്ചില്. അപ്പോൾ എനിക്കത് മനസ്സിനൊരു ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് ആണ്. കാരണം ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അതെൻ്റെ സ്റ്റാഫാണ് അനുഭവിക്കുന്നത്. അവരുടെ നമ്പറാണ് പലതിലും ഞാൻ കൊടുത്തിട്ട് അവരെയാണ് എല്ലാവരും വിളിക്കുന്നത്. സോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തരും. അതുപോലെ തന്നെ ഞാനൊരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വന്ന് വാങ്ങുക തന്നെ ചെയ്യണം. വന്ന് വാങ്ങാൻ പറ്റുന്നവർ മാത്രം അങ്ങനെയുള്ള ഗിവ് അവേ പങ്കെടുക്കുക. ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് കൊറിയർ ചെയ്തിരുന്നത്. അപ്പോൾ മുഷിച്ചിൽ വേണ്ട കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.